ഓക്കെ, നമ്മളപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷൻ. ഒരു സിമ്പിൾ സെൻറ്റൻസിൻ്റെ ഓരോ വാക്കുകളും എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ഓരോ ലെറ്ററിൻ്റെയും എന്താണ് അതിൻ്റെ റോൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാം. സെൻറ്റൻസ് എന്ന് പറയുന്നത് എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പൂച്ച എന്താണ് ടേബിളിലുണ്ട് അല്ലേ, ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുവാണ്. ഇതാണ് നമ്മുടെ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഓരോ വാക്കുകളും എന്താണ് അതിൻ്റെ റോള് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ലെറ്റർ എന്താണ്? എ. എ എന്ന് പറയുന്നത് ഇവിടെ എന്നെ പറയുന്നത് എന്താണ്? നമ്മൾ ആർട്ടിക്കിളാണ്. എ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡെഫിനിറ്റീവ് ഉണ്ട്, ഇൻഡെഫിനിറ്റീവ് ഉണ്ട്. അപ്പോൾ ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് അല്ല, ഏത് വേണമെങ്കിലും ആവാം. ഡെഫിനിറ്റിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് ദ എന്ന് പറയുന്നത് ഇന്നത്. എ എന്ന് പറയുമ്പം എ ക്യാറ്റ്, ഏത് ക്യാറ്റ് വേണമെങ്കിലും ആവാം. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്യാറ്റ് അല്ല, ഏത് ക്യാറ്റ് വേണമെങ്കിലും ആവാം. അതാണ് എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. രണ്ടാമത് എന്താണ്? ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിൻ്റെ പേര്. വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു സാധനത്തിൻ്റെ പേരിനെ കുറിച്ച് പറയുന്നതാണ് നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ആ പൂച്ചയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ക്യാറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നൗൺ, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്നും പറയാം. അത് നൗണുമാണ്. നൗൺ എന്ന് വെച്ചാൽ അതൊരു നെയിമിംഗ് ആണ്. അപ്പോൾ അതാണ് ക്യാറ്റ്. ഇനി അടുത്ത വാക്ക് എന്താണ്? ഈസ്. അപ്പോൾ ആദ്യത്തത് എ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ക്യാറ്റ്, ഒരു ക്യാറ്റിനെ കുറിച്ച്, ഏത് ക്യാറ്റ് വേണോ ആകാം എന്നതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എ. ക്യാറ്റ് എന്ന് പറയുന്ന ഒരു പൂച്ച, ഒരു നെയിമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന വാക്കെന്ന് പറയുന്നത് എന്താണ്? ഈസ്. ഈസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ഷനെയോ, അല്ലെങ്കിൽ വെർബ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ എപ്പോഴും ഓർക്കുന്നത്? ആക്ഷൻ. ആക്ഷൻ മാത്രമല്ല വെർബ്, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അതായത് നമ്മുടെ ഒരു അവസ്ഥ, നമ്മുടെ ഒരു സ്റ്റേറ്റ്, ആ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വെർബ് എന്ന് പറയുന്നത്. വെർബ് അങ്ങനെയും വരാം. അപ്പോൾ ഈസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വെർബാണ്. അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇവിടെ എന്താണ് ക്യാറ്റിൻ്റെ പറയുന്നത്? അതവിടെ ഇരിക്കുവാണ് അല്ലേ. അപ്പോൾ ഒരു ക്യാറ്റാണെന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഈസ് വന്നത്. ഏതോ ഒരു ക്യാറ്റ്, എ ക്യാറ്റ്, ഏതോ ഒരു ക്യാറ്റ്. അപ്പോൾ ക്യാറ്റ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? ഒരു ക്യാറ്റേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് ഈസ് വന്നത്. ഒരു ക്യാറ്റ് ആയതുകൊണ്ട് ഈസ് വന്നു. സിംഗുലറാണ് സബ്ജക്റ്റ്, സിംഗുലറാണ്. ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാറ്റാണ്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള വെർബാണ്. അപ്പം നമ്മൾ സിംഗുലർ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വരുവാണെങ്കിൽ സിംഗുലർ ആയിട്ടുള്ളൊരു വെർബും വരും, അതുകൊണ്ടാണ് ഈസ് വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വാക്ക് ഏതാണ്? ഓൺ. ഓൺ എന്ന് പറയുന്നത് എന്താണ്? ഓൺ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് പ്രപ്പോസിഷൻ എന്ന് പറയും. പ്രപ്പോസിഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രപ്പോസിഷൻസ് ആർ വേർഡ്സ് ദാറ്റ് കണക്ട് നൗൺസ് ഓർ പ്രോനൗൺസ് ടു അതർ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് വാക്കുകളെന്ന് പറയുന്നത് എന്താണ്? അത് നൗണ്. നൗണെന്ന് ഇവിടെ പറയുന്നത് ഏതായിരുന്നു? നൗണ് ക്യാറ്റ്. ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു പൂച്ച എന്ന് പറയുന്ന പേരാണ്. ഈ നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്യാറ്റിൻ്റെ പ്രോനൗൺ എന്ന് പറയുന്നത് ഇറ്റാണ്, അത് എന്ന് പറയും നമ്മൾ. ആളുകൾ, ആണുങ്ങളോ പെണ്ണുങ്ങളോ ആണെങ്കിൽ, ആണുങ്ങളാണെങ്കിൽ ഹീ പറയും, ഷീ എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് പ്രോനൗൺ. അപ്പം നൗണോ പ്രോനൗണോ, ഈ രണ്ട് സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ഒരു സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള പാർട്ടിലേക്ക് കണക്റ്റ് ചെയ്യുവാൻ അപ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഓൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഓൺ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി, എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ചുമ്മാ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഇതെന്താണ്? റിലേഷൻഷിപ്പ്, ഈ സബ്ജക്റ്റ്, അതായത് ഒരു നൗണ്, ഈ നൗണിൻ്റെ ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം റിലേഷൻഷിപ്പ്? അതിൻ്റെ സ്ഥാനം, പൊസിഷൻ. പൂച്ച എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ്, ആ പൊസിഷനെ കുറിച്ച് പറയാം. പിന്നെ നമുക്ക് സമയത്തിനെ കുറിച്ച് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ഡയറക്ഷൻ, ഒരു ഡയറക്ഷൻ, ഇന്ന ഡയറക്ഷനിലേക്ക് പോവാണ്, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഓൺ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നൗണിനെയോ പ്രോനൗണിനെയോ കണക്ട് ചെയ്യാൻ. ഇവിടെ ഓൺ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് പൊസിഷൻ അല്ലെങ്കിൽ ടൈം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദേ ഹെൽപ്പ് ആൻസർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പ്രൊപ്പോസിഷൻ എന്താണ്? നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിനെ ഹെൽപ്പ് ചെയ്യും, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ?
വെയർ അല്ലെങ്കിൽ വെൻ. ഇവിടെ എന്താണ് നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ടേബിൾ. ഈ പൂച്ച എവിടെയാണ് ഇരിക്കുന്നത്? എവിടെ, വെയർ. എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഓൺ എന്ന വാക്ക് തരും. ഈ ഓൺ എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടത്തുള്ളൂ. എവിടെയാണ് പൂച്ച ഇരിക്കുന്നത്, എവിടെയാണ് ക്യാറ്റ്, അതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ ഓൺ വേണം. അപ്പോൾ അത് ഓൺ ദ ടേബിൾ അല്ലേ. അപ്പോൾ അതാണ് ഓണിൻ്റെ റോൾ എന്ന് പറയുന്നത്, ഏത് സ്ഥലത്താണെന്നുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ദ എന്ന് ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഡെഫിനിറ്റ് എന്ന് വെച്ചാൽ സ്പെസിഫിക്. ഇവിടെ ഒരു ടേബിളിൽ, ഏതെങ്കിലും ഒരു ടേബിളിലല്ല ഇരിക്കുന്നത്. നമുക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആൾക്കറിയാം ഇന്ന ടേബിളിലാണ് പൂച്ച ഇരിക്കുന്നത്, ഏതെങ്കിലും ഒരു ടേബിളിലല്ല. അതുകൊണ്ടാണ് ദ പറഞ്ഞത്. ദ എന്ന് പറഞ്ഞാൽ ഇന്ന ടേബിളിൽ, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേബിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ടേബിൾ എന്ന് പറഞ്ഞാൽ വേറെന്താണ്? ഒരു നൗണാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ, എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാറ്റ് എന്താണ്? ആർട്ടിക്കിളാണ്. കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പൂച്ചയുടെ പേര്, പൂച്ച എന്ന് പറയുന്നത് പേരാണ്, നൗൺ. ഈസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈസ് ഓൺ ദ ടേബിൾ. ഓൺ എന്ന് പറയുന്നത് എന്തിനാണ്? ഈ പൂച്ചയെ ഈ ടേബിളുമായിട്ട് കണക്ട് ചെയ്യാൻ, ടേബിൾ എവിടെ ഇരിക്കുവാണ് എന്ന ചോദ്യം, എവിടെയാണ് പൂച്ച ഇരിക്കുന്നത് എന്ന ചോദ്യം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള പാർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ വീണ്ടും നൗണാണ്. ഓക്കെ, താങ്ക് യു.